ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമസ്തയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഖലീൽ ബുഖാരി തങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ നാണയങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ശരിക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെയുള്ള നല്ല ആളുകളൊക്കെ എപ്പോഴും നീണാൽ വാഴണമെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു പ്രമേയത്തോടു കൂടി അവർ മുന്നോട്ട് നയിക്കുന്ന ഓരോ കാര്യങ്ങളെയും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ആർക്കും ചീത്ത വരുത്തുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവര് നശിച്ചു പോകുന്നുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഇവർ പറയുന്നതൊക്കെ. അപ്പോൾ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുന്ന ആളുകൾ തന്നെയാണ് നമ്മളെല്ലാവരും അല്ലേ. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ. അതായത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശത്തെ എന്താ പറയാ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതിനെന്താണ് മറുപടി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പത്രപ്രവർത്തകര് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉസ്താദ് പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു: അൽഹംദുലില്ലാ, ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി 14 കോട്ടയ്ക്കൽ വെച്ചിട്ട് ഒരു വിളംബര പ്രമേയം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിളംബര സമ്മേളനം നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലെങ്കിൽ അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ഇവിടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ആ വീഡിയോ കാണാം. ഇതാണ് ഈ ഐക്യ ചർച്ച എന്നുള്ളതിന്റെ ഉദ്ദേശം. ഇങ്ങനെ തിരിച്ചു വരലാണോ? എങ്ങനെയാണ് അതിന്റെ? അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. 14-ാം തീയതി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ പറയാം. അതെ, അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയാനുള്ള ചാൻസുകൾ വരുന്നുണ്ടല്ലോ. അതും ഞാൻ അന്ന് പറയാം. അതെ, എന്ത് പറഞ്ഞാൽ ആണോ അല്ലേ എങ്ങനെയാണ് ഒക്കെ നമുക്ക് 14-ാം തീയതി അത് പറയാൻ വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചു. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ഒരു വിളംബര സമ്മേളനത്തില് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തൂട്ടോ. പിന്നെ അത് മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ജില്ലയ്ക്ക് പുറത്തുള്ള സുന്നികളൊന്നും വരണ്ട എന്നാണ് സംഘാടകർ പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഒട്ടും വിഷമം വേണ്ട, ആഗ്രഹമുള്ളവരും അങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാട്ടോ. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, കേരളത്തിലെ സുന്നികളൊക്കെ ആ ഒരു കോട്ടയ്ക്കൽ പുത്തൂർ പാടത്ത് എത്തിക്കഴിഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞു ഒഴുകൂട്ടാ സുന്നികളെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് മലപ്പുറം ജില്ല ഏകദേശം ഇന്നല്ല നാളെ മലപ്പുറം ജില്ലയിലെ സുന്നികൾ മുഴുവനും നിറഞ്ഞൊഴുകും ആ ഒരു പുത്തൂർ പാടട്ടാ. അപ്പൊ എന്തായാലും ഇതിപ്പോ ഒരു ഓഡിറ്റോറിയത്തില് വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. 1000 പണ്ഡിതന്മാരുടെ മുകളിൽ അവിടെ പണ്ഡിതന്മാർ എത്തുന്നുണ്ട്. അതിനു പുറമെയാണ് ഓരോ പ്രവർത്തകരും അല്ലെങ്കിൽ സുന്നിയായ ഓരോ ആളുകളും ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, എന്തോ ഒരു ചെറിയ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവും. അതൊക്കെ നാളെ പരിഹരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുന്ന എല്ലാവരും നോക്കി കാണുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ പരാമർശത്തെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മറുപടി കൊടുക്കുന്നതെന്നും നാളെ കാണാട്ടോ. എന്തായാലും ഞാനും ആ ഒരു വേദിയിലല്ല, ആ ഒരു പരിസരത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, വീഡിയോ എടുക്കാനായിട്ട് വരുന്നുണ്ട്. ചിലപ്പോഴേ ഉണ്ണിയപ്പം കൊണ്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പരിപാടി വൻ വിജയമാക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും അനുസരിക്കുന്ന ആളുകളുണ്ട്. കുറച്ചല്ല, ഒരുപാട് ആളുകൾ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സമസ്തയിലെ ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടി തന്നെയാണ് ഞാൻ. അപ്പം അത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് മാത്രം. എന്തായാലും നാളെ കാണാം.